ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മോൾക്കിന്ന് വാക്സിൻ എടുക്കണം, അതുപോലെയൊക്കെ പോകാനായി അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ചപ്പാത്തി കരിഞ്ഞു പോയി. അപ്പോൾ അത് ഞാനെടുത്തു, കളയണ്ടല്ലോ, കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാനെടുത്തു. പിന്നെ കുട്ടിക്ക് ചപ്പാത്തി വാരി കൊടുക്കട്ടോ. അപ്പോൾ ഒക്കെ അപ്പുറത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് രാവിലെ പോകാൻ. രാവിലെ നേരത്തെ പോയിട്ട് വേണം മോൾക്ക് വാക്സിൻ എടുക്കാൻ. 1.5 വയസ്സിൻ്റെ വാക്സിനാണ് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ നേരത്തെ പോണത്. ഇന്ന് മോന് സ്കൂളില്ല, ഒരു ബുധനാഴ്ച കേട്ടോ വാക്സിൻ എടുക്കാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുന്നത്തെയാണ്, നോമ്പിനൊക്കെ മുന്നൊക്കെയുള്ള ടൈമിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 9:30 ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. കൂട്ടുപാത വെച്ചിട്ടായിരുന്നു കേട്ടോ വാക്സിൻ എടുക്കാറ് ഞങ്ങൾ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയപാട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം വാക്സിൻ എടുക്കാൻ പോകാൻ. അപ്പോൾ ഡോക്ടറിനെ കണ്ട ശേഷം ഞങ്ങൾ പോയിട്ട് മോൾക്ക് വാക്സിനൊക്കെ എടുത്തു. വാക്സിൻ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആയിട്ട് വാക്സിനൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മോള് വാക്സിൻ എടുക്കുന്ന ടൈമിൽ കരച്ചിലായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ നിർത്തില്ല. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പിന്നെ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പൊറോട്ട ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പൊറോട്ട വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മോൾക്ക് അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടോ. അവിടെ നിന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. ഇപ്പോൾ അവൾക്ക് വേദന എടുത്തിട്ടൊന്നുമല്ല കേട്ടോ അവൾ കരയണത്. അവളെന്നാൽ ബോൾ മേടിച്ചതിൻ്റെ വിഷമത്തിലാണ് അവളിപ്പോൾ കരയണത്. പിന്നെ ചെറിയ വേദനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പനിയുടെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അവൾ കുട്ടികളുണ്ട് അവിടെ നിന്ന് കളിക്കും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വീട്ടിലോട്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കരിമ്പിൻ്റെ ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കരിമ്പ് ജ്യൂസിന് ഓർഡർ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് കുട്ടിക്ക് പിന്നെ അടുത്ത പാരസെറ്റമോൾ കൊടുക്കേണ്ട ടൈമായിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് മോളൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി നീച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് തന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മോളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇക്ക പോകാറായി. അപ്പോൾ ഇക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനൊക്കെ ഇവിടെ സ്കൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയിട്ട് എൻ്റെ അവിടെ തന്നെ അടുത്തൊരു ഷോപ്പുണ്ട് കേട്ടോ, എൻ്റെ വീടിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നല്ല കളക്ഷനാണ്. അപ്പോൾ ഇക്കാനെ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒക്കെ പാൻറ്റും ഷർട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഒക്കെ കുറേ നോക്കിയിട്ടോ. എന്നിട്ട് ഇക്കാക്ക് പറ്റിയതൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകാനുള്ളതും പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇടാനൊക്കെ ഉള്ളതാട്ടോ നോക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ നേരെ പോയത് വാണിയംകുളത്തുള്ള ബിഗ് ബസാറിലോട്ടായിരുന്നു കേട്ടോ. വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒക്കെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോയി. പോണ വഴിക്ക് തന്നെ ലാഡറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2 ഷവർമയും കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് അവിടെ നിന്ന് കുട്ടികളെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് കുട്ടികളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളൊക്കെ കിടത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.